തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആല ഇമ്രാൻ 70 ആയത്തുകൾ 71 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. നമുക്കിനി 72ാമത്തെ ആയത്ത് മുതലാണ് എടുക്കാനുള്ളത്. 71 മുതൽ ഓതാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാതിലി وتكتمون الحق وأنتم تعلمون. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم. يختص برحمته من يشاء والله ذو الفضل العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുകയും അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയും ചെയ്യുന്നത്? അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് അല്ലേ. അവര് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തി. ഒരു മിനിറ്റ്. എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുകയും അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയും ചെയ്യുന്നത്? അവര് സത്യം അറിഞ്ഞിട്ടാണ് അത് മറച്ചു വെക്കുന്നത് അല്ലെ. ഈ വിഷയങ്ങൾ നമ്മൾ വിശദീകരിച്ചതായിരുന്നു. എന്നിട്ട് ഈ പറഞ്ഞ വേദക്കാരിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു വർത്തമാനാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. എന്താ അവരെ സ്വഭാവം പറയുന്നത്? വഖാലത് ത്വാഇഫത്തും മിൻ അഹ്ലിൽ കിതാബ്. വഖാലത്ത് പറയുകയും ചെയ്യുകയാണ് അല്ലെ, ചെയ്തു അല്ലെങ്കിൽ പറയുകയാണ്. ത്വാഇഫത്തും മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ. ബില്ലദീ ഉൻസില അലല്ലദീന ആമനു, വിശ്വസിച്ച ആൾക്കാർക്ക് ഇറക്കപ്പെട്ടതിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. എപ്പോൾ വിശ്വസിക്കാനാണ് പറയുന്നത് അറിയോ? വജ്ഹന്നഹാർ, പകലിൻ്റെ ആരംഭത്തിൽ വിശ്വസിച്ചോ. എന്നിട്ടോ വക്ഫുറു ആഖിറഹു ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ വക്ഫുറു, അവിശ്വസിക്കുകയും ചെയ്യുവീൻ. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുന്നവരായേക്കുവാൻ വേണ്ടി. അപ്പോൾ ഇതൊരു തന്ത്രമാണ്. വേദക്കാരുടെ ഒരു തന്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ വിശ്വാസികളെ എങ്ങനെയെങ്കിലും അവരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കണം. അതാണ് അവർക്ക് ആഗ്രഹം അല്ലേ. ഈ വേദക്കാര് സ്വാർത്ഥന്മാരാ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അവർക്ക് മാത്രം കിട്ടണം എല്ലാ കാര്യവും. വേറെ ആരും അതിലേക്ക് വരാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണതയാണ് ഈ വേദക്കാരുടെ സ്വഭാവം എന്ന് പറയുന്നത് അല്ലെ. അവര് ശരിക്കും വിശ്വസിക്കാതിരുന്നത് തന്നെ എന്താ കാരണം നമ്മൾ മനസ്സിലാക്കി അല്ലെ. അവരിലേക്കല്ല പ്രവാചകന്മാര് വന്നത്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്കല്ല ഇറങ്ങിയത്. ആ ഒരു കാരണത്താലാണ് വേദക്കാര് വിശ്വസിക്കാതെ അവിശ്വാസികളായി തുടരുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും പരമാവധി ആൾക്കാരെ തെറ്റിക്കണം, നേരായ മാർഗത്തിലും തെറ്റിക്കണം. അപ്പോൾ അതിനുള്ളൊരു സൂത്രപ്പണിയാണ് അവർ പറയുന്നത്. നിങ്ങൾ പകൽ സമയത്ത് രാവിലെ വിശ്വസിക്കാം.
ഈ വിശ്വാസികൾക്ക് ഇറങ്ങിയ ആ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ എന്താക്കുക, വിശ്വസിച്ച് എന്ന് പറയാം. എന്നിട്ട് രാത്രി എന്താക്കുക, അതിൽ നിന്ന് പിന്നെ അവിശ്വാസികളായി മാറുക. അപ്പോൾ അവർക്ക് തന്നെ തോന്നും, ഇതിലെന്തോ പ്രശ്നമുണ്ട്, കുറേ ആൾക്കാർ വിശ്വസിച്ചിട്ട് പിന്നെയും പിന്നെ അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ടല്ലോ, പിന്നെ വിശ്വസിച്ചിട്ട് പിന്നെ എന്താ ഇങ്ങനെ മാറിക്കളയുന്നത്, അപ്പോൾ ഇതിലെന്തോ കുഴപ്പമുണ്ട്, ഇവരെ വിശ്വാസത്തിൻ്റെ പ്രശ്നം തന്നെയാണ്, ഇവരെ വേദഗ്രന്ഥത്തിലെ പ്രശ്നങ്ങളാണ്, അതുകൊണ്ടാണ് ആൾക്കാർ പിന്നെ അതിൽ സത്യം ആണെന്ന് വിചാരിച്ചിട്ട് അതിൽ പോയിട്ട് പിന്നെ കാഫിര്യങ്ങളായിട്ട് വരുന്നത് എന്നുള്ള നിലക്ക് മൊത്തത്തിലൊരു വസ്വാസ് അങ്ങനല്ലേ അതുണ്ടാക്കാന്നുള്ള ഒരു പിന്നെ ചിന്തയാണ് അവരെ ഈ രീതിയിൽ പിന്നെ പറയിപ്പിച്ചതെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ കാലത്തും വേദക്കാർ, അതായത് യഹൂദികൾ, അവർ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ആയിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്. അതിന് എന്തെല്ലാം തന്ത്രങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവരാണ് ഈ യഹൂദികൾ. ആ തരത്തിലുള്ള ഒരു ഗൂഢതന്ത്രമാണെന്ത്, ഒരു ആസൂത്രണം, അതാണെന്ത് ഈ ഒരു 72-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. പിന്നെ അതായത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ പിന്നെ എല്ലാവരും മുമ്പിലും പോയിട്ട് രാവിലെ പോയിട്ട് എന്താ പറയുക, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും. എന്നിട്ട് മുസ്ലിങ്ങളെ കൂടെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ എന്താക്കുക, നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകാം. എന്നിട്ട് ഇങ്ങനെ പറയാം, ഇല്ലേ നമ്മളിത് സത്യമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഇതിലേക്ക് കയറിയത്, പക്ഷെ അതിലേക്ക് ചെന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളുകളി മനസ്സിലായത്, അതുകൊണ്ട് ഞങ്ങളിതാ അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഒഴിവായി വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ. അപ്പോൾ പിന്നെ ഈ ഒരു സംഗതി ഇങ്ങനെ നടക്കുമ്പോൾ വേദഗ്രന്ഥങ്ങളുമായി ബന്ധമുള്ള ആൾക്കാരും ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ പിന്നെ വേദഗ്രന്ഥവുമായി ബന്ധമുള്ള ആൾക്കാർ ഈ രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അത് സത്യം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ മറ്റേത് സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ അറിവില്ലാത്ത ആൾക്കാരും കുറച്ച് മാത്രം ചിന്തിക്കുന്ന അല്പബുദ്ധികളായ ആൾക്കാരും എന്താകും, ഇസ്ലാമിൽ നിന്ന് വിട്ടുപോരാൻ കാരണമാകും. അതുകൊണ്ട് പിന്നെ ഈ രീതിയിൽ ചൂഷണം ചെയ്തിട്ട് ആൾക്കാരുടെ മുമ്പിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്ന രീതിയിലാണ് അവരുടെ കണക്ക് കൂട്ടൽ. പക്ഷേ പിന്നെ ഇങ്ങനെ എന്ത് ചെയ്തതിനെ കൊണ്ട് ഇസ്ലാം ഒരിക്കലും എന്താകൂല, ഇസ്ലാം ഒരിക്കലും തകർന്നടിയാനേ പോകുന്നില്ല. ഇവരെന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും ഇസ്ലാമിനൊരു ഇത് വരൂല, ഒരു എന്താ പറയുക, കോട്ടം സംഭവിക്കൂല. ആളുകൾക്കോ വ്യക്തികൾക്കോ ചിലപ്പോൾ എന്തെങ്കിലും വന്നേക്കാം. അതുപോലെ ചിലപ്പോൾ ഇസ്ലാമിലെ മുസ്ലിമീങ്ങൾക്ക് ചിലപ്പോൾ അധികാരത്തിലോ പിന്നെ സമ്പത്തിലോ എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ വന്നേക്കാം. പക്ഷെ ഇസ്ലാം എന്ന ആ ഒരു സത്യത്തിന് ഒരിക്കലും എന്ത് സംഭവിക്കൂല, ഒരിക്കലും പരാജയം സംഭവിക്കൂല. പക്ഷെ അത് ഇവർക്ക് മനസ്സിലായിട്ടേ ഇല്ല അല്ലേ, ഒരിക്കലും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് അടുത്ത വചനങ്ങളിൽ പിന്നെ നമുക്ക് അല്ലാഹു തആല പറഞ്ഞു തരുന്നത് അല്ലേ. എന്താണ് അല്ലാഹു പറയുന്നത് അടുത്ത വചനത്തിൽ? അതായത് ഈ ഒരു സൂത്രപ്പണി, അതായത് ഇവരുടെ ഉള്ളകള്ളി അല്ലാഹു തആല തുറന്ന് കാണിക്കുകയും ഇവരിൽ നിന്നൊരു വിഭാഗം ആൾക്കാരുണ്ടല്ലേ, വഖാലത് ത്വാഇഫത്തും മിൻ അഹ്ലിൽ കിതാബി ആമിനൂ ബില്ലദീ ഉൻസില അലല്ലദീന ആമനൂ വജ്ഹൻ നഹാർ. അവർ വേദഗ്രന്ഥങ്ങളിൽ നൽകപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറയുമെന്ത്, നിങ്ങൾക്ക് വിശ്വാസികൾക്ക് അവതരിച്ചതിൽ നിങ്ങൾ വിശ്വസിച്ചോ, വജ്ഹൻ നഹാർ അല്ലേ, പകലിൻ്റെ ആദ്യത്തിൽ, പകലിൻ്റെ മുമ്പിൽ, എന്നിട്ടോ വക്ഫുറു ആഖിറഹു, ആ പകലിൻ്റെ അവസാനത്തിൽ നിങ്ങളതിൽ അവിശ്വസിക്കുകയും ചെയ്തുകൊള്ളുവിൻ, ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയേക്കാം, അവർ വിശ്വാസികൾ അതിൽ നിന്ന് പിന്മാറിയേക്കാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്, ഇത് അന്നും ഇന്നും എന്നുമുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ജൂതന്മാർ ഇവര് അന്നും ഇന്നും എന്താണ്, ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കൾ തന്നെയാണ്. അവർ ഒരിക്കലും ഇസ്ലാമിന് ഗുണം വരണമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. എക്കാലത്തും മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തുക, അവരെ ഏതെങ്കിലും രൂപത്തിൽ ദ്രോഹിക്കുക, അവരെ പിന്നെ ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഉണ്ടാകുക.
പലപ്പോഴും ഇതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും പ്രവർത്തിക്കുന്നതെന്ന് പറയപ്പെടുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇസ്ലാമും മുസ്ലിങ്ങളെയും കുറിച്ച് പരിശുദ്ധ ഖുർആനൊക്കെ അവരെന്താക്കും, പഠിക്കും. എന്നിട്ട് ഇസ്ലാമിലെ മുസ്ലിമീങ്ങളെക്കാളും നല്ല മുസ്ലിമായിട്ട് അവർ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ച് കാണിക്കും. അതായത് അവരുടെ കാപട്യമാണത്, നിഫാഖാണ് അവിടെ. പിന്നെ ആൾക്കാരുടെ ഇടയിൽ മുസ്ലിമിനെ പോലെ ജീവിക്കുന്ന നല്ലൊരു അറിവുള്ള ഒരാളായിട്ട്, എന്നിട്ട് അവർക്കിടയിൽ എന്തുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഒരു വിധത്തിൽ ഒട്ടുമിക്ക ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണക്കാർ ഈ യഹൂദികളെ, ജൂതന്മാരുടെ കുതന്ത്രങ്ങളാണെന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം. നമുക്ക് അത് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ അല്ലാഹു തആല പറയുന്നു, അതുകൊണ്ട് തന്നെ വലാ തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്, ഇല്ലാ ലിമൻ തബിഅ ദീനക്കും, നിങ്ങളുടെ ഇല്ലാ ലിമൻ തബിഅ, യാതൊരു വരെയല്ലാതെ, തബിഅ ദീനക്കും, നിങ്ങളുടെ മതത്തെ പിന്തുടർന്നവരെയല്ലാതെ നിങ്ങൾ എന്താക്കരുത്, വിശ്വസിക്കരുത്. നിങ്ങളുടെ മതത്തെ പിൻപറ്റി ജീവിക്കുന്നവരെയല്ലാതെ നിങ്ങൾ ഒരിക്കലും എന്താക്കരുത്, വിശ്വസിച്ചു പോകരുത്. ഇങ്ങനെ രാവിലെ വരാ വൈകുന്നേരം കാഫിറായിട്ട് പോവാ, അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ എന്താക്കണ്ട, വിശ്വസിക്കണ്ട എന്നാ പറയുന്നത്. വലാ തുഅ്മിനൂ ഇല്ലാ ലിമൻ തബിഅ ദീനക്കും. എന്നിട്ട് പറയുക, അല്ലെ, ഖുൽ, പറയുക, എന്താണ്, ഇന്നൽ ഹുദാ ഹുദല്ലാഹ്, നിശ്ചയമായും മാർഗദർശനം, ഹിദായത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ്. അത് അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ്. അൻ യുഅ്താ അഹദും മിസ്ല മാ ഊതീതും, പിന്നെ ഈ ശരിയായ മാർഗദർശനം അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ്, അല്ലേ. നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലുള്ള വേദഗ്രന്ഥം മറ്റാർക്കെങ്കിലും നൽകപ്പെടുമെന്നോ, അൻ യുഅ്താ നൽകപ്പെടുന്നതിനാൽ, അഹദുൻ വല്ല ഒരാൾക്കും, മറ്റൊരാൾക്കും, മിസ്ല മാ ഊതീതും നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ കിട്ടും. അതായത് ഈ വേദക്കാർ അവർ വിചാരിക്കുന്ന വെച്ചാൽ നമുക്ക് കിട്ടിയത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല, അങ്ങനത്തെ ഒരു ദുരുദ്ദേശമാണ് അവർക്ക്. അവർ അഹ്ലുൽ കിതാബാണല്ലോ, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങൾ ലഭിക്കപ്പെട്ട പ്രവാചകന്മാരുടെ അനുയായികളാണ് അവർ, അല്ലേ. അപ്പോൾ അവർ വിചാരിക്കുന്ന വെച്ചാൽ അത് നമ്മുടെ സ്വന്തം കുത്തകയാണ്, അത് വേറൊരാൾക്ക് കിട്ടാൻ പാടില്ല, അല്ലേ. ബനൂ ഇസ്രായേലർക്കുള്ള ആ ഒരു അത് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അറബികൾക്ക് അത് പോകാൻ പാടില്ല, അപ്പോൾ അവർക്കൊന്നും ആ ഒരു ഇതുണ്ടാകാൻ പാടില്ല എന്നുള്ള ആ ഒരു ദുരുദ്ദേശം, അത്രയും കുടുസായ ഒരു ദുഷ്ടചിന്താഗതിയാണ് അവർക്ക്. അപ്പോൾ അവർക്ക് കിട്ടിയതുപോലെയുള്ള വേറൊരാൾക്കും നൽകപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്, അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് ഏറ്റവും ശരിയായ മാർഗദർശനം. പിന്നെ അതുപോലെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ പറയുന്നത്. അൻ യുഅ്താ അഹദും മിസ്ല മാ ഊതീതും ഔ യുഹാജുകും ഇൻദ റബ്ബിക്കും, നിങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ന്യായവാദം, അല്ലെ, ഹാജ, തർക്കിക്കുക, ന്യായവാദം നടത്തുക, വാദിക്കുക എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് ന്യായവാദം നടത്തപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളത് അവർക്കും നൽകപ്പെടുമെന്നോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങളാരും എന്താക്കണ്ട, അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങളാരും പിന്നെ വിശ്വസിക്കണ്ട. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ട് വിശ്വസിക്കേ വേണ്ട. കാരണം ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹ്, സുബ്ഹാനല്ലാഹ്, നിശ്ചയമായും അനുഗ്രഹം, ഫദ്ൽ എന്ന് പറയുന്നത് എന്താണ്, അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. യുഅ്തീഹി മൻ യശാ, അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലനാകുന്നു, വിശാലമായി അറിയുന്നവനാകുന്നു. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് എന്ത്, അള്ളാഹിൻ്റെ അടുത്തുള്ളതാണ് ഈ ഫദ്ല്, അല്ലേ, ഈ ഹിദായത്ത്. അള്ളാഹ് പറഞ്ഞല്ലേ, ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹ്, അല്ലേ. നിശ്ചയമായും മാർഗദർശനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ്. അള്ളാഹു ഏതൊരാളെ തന്നിലേക്ക് ചേർക്കണം എന്ന്
അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ അവരെയാണ് അള്ളാഹു എന്താക്കാന്, അള്ളാഹുലേക്ക് ചേർക്കാൻ. സുബ്ഹാനല്ലാഹ്. സത്യത്തിലുണ്ടല്ലോ ഈ ആയത്തുകൾ നമ്മൾ ഓരോരുത്തരും വളരെയേറെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഹിദായത്ത് എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, ഫദ്ല് ഔദാര്യം. ഒരിക്കലും അത് സൃഷ്ടികളുടെ അവകാശമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് അവന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു കൊടുക്കാം. അത് ആർക്കും കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അത് അള്ളാഹു അവരോട് കാണിക്കുന്ന അനീതിയോ അക്രമമോ ഒന്നും ആകുകയും ചെയ്യൂല. പിന്നെ പല ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, നരകക്കാരായ ആൾക്കാർ അത് അള്ളാഹ് എനിക്ക് തരാത്തോണ്ടല്ലേ ഞാൻ ഈ നരകത്തിൽ പെട്ടത് എന്നൊരിക്കലും ഒരാളും പറയൂല പോലും. കാരണം അവരുടെ പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമായിട്ട് തന്നെയാണ് താൻ ഈ ശിക്ഷ അനുഭവിക്കുന്നത്. ഓരോരുത്തർക്കും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് തന്നെയാണ് എന്താക്കാൻ ഓരോരുത്തരെയും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം നമ്മൾ ഒരുപാട് സന്തോഷിക്കണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് നമ്മൾ ഒരുപാട് ശുക്ർ ചെയ്യണം. കാരണം അള്ളാഹുവിൻ്റെ ഈ ഹിദായത്തിലെ ഹുദ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലേ, പിന്നെ എന്താണ്, ഇന്നൽ ഫദ്ല ബിയദില്ലാഹ് യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കയ്യിലുള്ള ആ ഫദ്ല് അല്ലെ, അവൻ്റെ മഹത്തായ ആ ഔദാര്യം കൊണ്ട് ലഭിക്കുന്ന ആ ഹിദായത്താകുന്ന ആ സന്മാർഗദർശനമാകുന്ന ആ ഒരു സമ്മാനം, മഹത്തായ ആ ഒരു സമ്മാനം, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു നമുക്കൊക്കെ തന്ന് അനുഗ്രഹിച്ചില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ഈ ഹിദായത്താകുന്ന ഈ ഒരു വെളിച്ചം അത് കെട്ടുപോകാതെ നമ്മൾ കൊണ്ട് നടക്കാൻ ശ്രമിക്കണം. ആ വിളക്ക് അണഞ്ഞു പോകരുത് അല്ലേ. ആ വിളക്ക് ഒരു കാറ്റ് വന്നിട്ടോ ഒരു മഴ വന്നിട്ടോ അത് കെട്ടുപോകാതെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോകണം. ഒരു കഥ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനോട് ഒരു വിവാഹത്തിന് പോകാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ച്. അപ്പോൾ അവിടെ പലതും നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ പിന്നെ ഭാര്യനെ അയക്കാൻ അയാൾക്ക് വലിയ താല്പര്യമില്ല അല്ലേ. എന്നിട്ട് പിന്നെ അവസാനം സമ്മതിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിളക്ക് കത്തിച്ചിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ്, നീ അവിടെ പോയി തിരിച്ചു വരുന്നവരെ ഈ വിളക്ക് അണഞ്ഞു പോകരുത്, അങ്ങനെ ശ്രദ്ധിച്ച് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പോയി ഇല്ലേ. ഇത് വിളക്കെന്ന് പറയുന്നത് കാറ്റിനും ഇതിനൊക്കെ അടഞ്ഞു പോകൂലേ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അവള് പോയി വന്നു എന്നല്ലാതെ അവിടെയുള്ള വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. പുറമേ അവിടെ നടന്നിട്ട് പിന്നെ ഒരു കാര്യം അവൾ ശ്രദ്ധിച്ചില്ല. കാരണം അവളെ മനസ്സ് നിറയെ എന്താ, ഈ ഒരു വിളക്ക് അണഞ്ഞു പോകുമോ എന്നുള്ള ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. സത്യത്തിൽ ഇതേപോലെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടതെന്ന് പറയുന്നത്, ഈ ദുനിയാവിൻ്റെ പലതും കാണുമ്പോൾ നമ്മൾ ആ പളവളപ്പിൽ മറന്ന് പോകും. അപ്പോൾ ഈ വിളക്ക് അണഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് ഹിദായത്തിൻ്റെ നൂറ് നമ്മളെ ഹൃദയത്തിൽ തന്നിട്ടുണ്ടെങ്കിലുണ്ടല്ല, ദലാലത്ത് സംഭവിക്കൂലെന്ന് ഒരിക്കലും പറയുന്നില്ല. ഒരിക്കൽ ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അയാൾ ഒരിക്കലും ദലാലത്തിലാകൂല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂല അല്ലേ. ഒരിക്കലും നമുക്കത് ഉറപ്പിക്കാൻ കഴിയാത്തൊരു കാര്യം. ഹിദായത്ത് കിട്ടിയ എത്രയോ ആൾക്കാർ നമ്മളെ അറിവിൽ തന്നെ എത്ര ആൾക്കാർ വഴിപിഴച്ചു പോയിട്ടുണ്ട് അല്ലേ. തെറ്റായ ചിന്തയിലേക്കും വിശ്വാസത്തിലേക്കും പോയിട്ടുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ വിളക്ക് അല്ലേ, ഹിദായത്ത്, അള്ളാഹുവിൻ്റെ ഫദ്ല്, അള്ളാഹുവിൻ്റെ ഔദാര്യം, അത്യുദാരനായ ആ റഹ്മാനായ റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളക്ക് ഒരു തരി പോലും അല്ലേ കെട്ടുപോകാതെ നല്ല രൂപത്തിൽ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ആ വെളിച്ചം മതിയില്ലേ നമുക്ക് നാളെ നമ്മളെ സിറാത്ത് കടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയ ആ വെളിച്ചം മതി നമുക്ക് ധാരാളമായിട്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകിയ ഹിദായത്താകുന്ന ഈ വെളിച്ചം, ഈ നൂറ് അത് അണഞ്ഞു പോകാതെ സംരക്ഷിച്ച് മരണം വരെ നമുക്കത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മൾ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ, അറിവിൽ അടിയുറച്ച ആളുകൾ, അവരുടെ പ്രാർത്ഥനയായിട്ട് അള്ളാഹു ഇവിടെ പറയുന്നുണ്ടല്ലേ, അറിവിൽ അടിയുറച്ചവർ. ആ അടിയുറച്ചവർ നമ്മളാകണം. അപ്പം നമുക്ക് ഖുർആനിനെ നല്ല രൂപത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ച് പ്രാവർത്തികമാക്കി ജീവിക്കുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്, നമുക്ക് ആ ഒരു ഉറപ്പ് കിട്ടുക അല്ലേ. സ്ട്രോങ് ആകണം നമ്മൾ ഈമാൻ.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പൊ അവിടെ എന്താ പ്രാർത്ഥിക്കണേ? റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, അല്ലേ? റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ വഴി തെറ്റിക്കല്ലേ അല്ലാ, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ തെറ്റിക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ നീ ഹിദായത്തിലാക്കിയതിന് ശേഷം ഞങ്ങളെ നീ വഴിപിഴവിലാക്കല്ലേ റഹ്മാൻ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന. അതുപോലെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അതും നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം ഹിദായത്ത്, അല്ലേ? ഹിദായത്ത് അത് അള്ളാഹുവിൻ്റെ ഔദാര്യം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. ഇപ്പൊ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് നൽകുന്നു പറഞ്ഞല്ലോ. ഹിദായത്ത് നൽകാൻ നമ്മൾ വലിയ എന്താ പറയാ, ഒരു ആലിമീങ്ങളുടെ കുടുംബത്തിൽ ജനിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഹിദായത്ത് അല്ലാഹ് എവിടെയും കൊടുക്കും എന്നുള്ളതിന് തെളിവാണെന്ത്? നമുക്കറിയാലേ, ഫിർഔനിന്റെ ഭാര്യ ആസിയ ബിവി റളിയല്ലാഹു അൻഹ, അവർ ജീവിച്ചത് എവിടെയാണ്? അക്രമത്തിന്റെയും അഹങ്കാരത്തിന്റെയും, അല്ലേ? ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ് ജീവിച്ച ആ ക്രൂരനായ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ആ ക്രൂരനായ ആ മനുഷ്യന്റെ ഭാര്യയായി ജീവിച്ച ആളാന്നാര്? ആസിയ ബീവി, അല്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്തിന്റെ ആ വെളിച്ചം അവർക്ക് നൽകിയില്ലേ? അപ്പൊ ഒരു ക്രൂരനായ ഒരു മനുഷ്യന്റെ ഭാര്യയായി വിചാരിച്ചിട്ട് ഒരിക്കലും ഒരാളും എന്തായി പോകുന്നില്ല, അള്ളാഹിന്റെ ഹിദായത്തിൽ നിന്ന് ഒരിക്കലും അവര് അകലുന്നില്ല. അതാണ് അവിടെ വലിയൊരു തെളിവാണ് അതല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു ലോകർക്ക് മാതൃകയാക്കി, അള്ളാഹു അവരെ, അല്ലേ? ലോക മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് മാതൃകയാക്കി അള്ളാഹു തആല. സുബ്ഹാനല്ലാഹ്. അല്ലേ? അവരുടെ പ്രാർത്ഥന നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം, അല്ലേ? അവര് ആ പ്രാർത്ഥനയുടെ തഫ്സീറിൽ മുഫസ്സിരിങ്ങൾ പറയുന്നു, അവര് ദുആ ചെയ്യുമ്പോ അവരാദ്യം ചോദിച്ചത് സ്വർഗത്തിലൊരു വീട് നമുക്കറിയാലേ. പക്ഷെ ആ വീട് ചോദിക്കുന്നതിന് മുമ്പ് അവർ ആ വീട്ടിലേക്ക് അതിൻ്റെ അടുത്തൊരു ഏറ്റവും നല്ലൊരു അയൽവാസിയാണ് അവർ ചോദിച്ചത്. അതായത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലെ? റബ്ബി ബിനി ലി ബൈതൻ ഫിൽ ജന്ന എന്നല്ല അവർ ചോദിച്ചത്. എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണേന്നല്ല. റബ്ബി ബിനി ലി ഇൻദക, നിന്റെ അടുക്കൽ, അല്ലേ? നിന്റെ അടുത്ത് എനിക്ക് ഒരു വീട്. സുബ്ഹാനല്ലാഹ്. അവരുടെ പ്രാർത്ഥന നമ്മൾ ഒരുപാട് പറഞ്ഞതും കേട്ടതുമാണ്, അല്ലേ? അപ്പം അവര് അത്രയും ക്രൂരനായ ഇസ്രായേലിയരിലെ ഓരോ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്ന ഒരു ദയയില്ലാത്ത, അല്ലെ, ഒരു ദാക്ഷിണ്യമില്ലാത്ത അത്രയും ക്രൂരനായ ആ ഒരു മനുഷ്യന്റെ പത്നിയായിരുന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകിയില്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലേ? അപ്പം ഹിദായത്ത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നത് അത് കിട്ടേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ മനസ്സുണ്ടല്ലോ, നമ്മളെ മനസ്സ് നല്ല വിശാലമായ മനസ്സിൻ്റെ ഉടമകളാകണം നമ്മൾ ഓരോരുത്തരും, എല്ലാ നിലക്കും. ഈ യഹൂദികളെ പോലെ, ഈ ജൂതന്മാരെ പോലെ നമ്മൾ ഒരിക്കലാകാൻ പാടില്ല. അതിനാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജൂതന്മാരുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ഒരിക്കലും അവരെ പോലെ ആയി പോകരുത്, അതിനു വേണ്ടിയിട്ടാ. അല്ലാതെ അവരെ നമ്മൾ ഒരിക്കലും മാതൃകയാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പലപ്പോഴും പറഞ്ഞത് എന്താ? അവരിൽ നിന്ന് വ്യത്യസ്തമാകണം എന്നാ. നമ്മൾ ഈ ജൂത നസാറാക്കളെ പോലെ നമ്മൾ ആകരുത്. ഒരിക്കലും അത് റസൂലിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇന്നത്തെ നമ്മളെ അവസ്ഥ എന്താ? ഇന്ന് അവരെന്താണോ കാണിക്കുന്നത്, അവരെന്താണോ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ അത് ചെറിയ രൂപത്തിലാണ്, മെല്ലെ മെല്ലെയാണ് കടന്നു വരാൻ പറയുന്നതല്ല, അതുപോലെ തന്നെ പലതും ഇന്നിപ്പോ നമുക്കൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലേക്ക് മാറി. അപ്പൊ നമ്മൾ പറയാം അതിനെന്താപ്പ, അല്ലെ? ഒരു കല്യാണം ആകുമ്പോ ഇതിപ്പോ ഇല്ല സാധാരണയല്ലേ, അത് എല്ലാവരും ചെയ്യുന്നല്ലേ, എല്ലായിടത്തും നടക്കുന്നല്ലേ, അതിനല്ല ഇപ്പൊ നമ്മൾ കുറെ പറഞ്ഞിട്ട് കുറെ കുൽമാലാക്കിയിട്ട് എന്താ കാര്യമുള്ള? അതൊന്നും പോട്ടെ, സാരില്ലല്ലേ? ഒരു മ്യൂസിക്, ഒരു പാട്ട് അത് വെക്കുന്ന ഇപ്പൊ എന്താ, അല്ലേ? എല്ലായിടത്തും വെക്കുന്നില്ല, അത് ചങ്ങായിമാർ വെക്കുന്നതാണ്. അങ്ങനെ കുറെ ന്യായീകരണവും പറയാനുണ്ടാവും, അല്ലേ? അതിനൊന്നും നമുക്ക് എതിർക്കാൻ കഴിയാത്തൊരു ലോകമായിട്ട് മാറി. ഒന്നും എതിർക്കാൻ കഴിയുന്നില്ല. ആൾക്കാർ കൂടി ഇടപഴകുമ്പോൾ, അല്ലെ, ആണും പെണ്ണും കെട്ടിമറിയുമ്പോൾ പാട്ടുപാടി ഒച്ചപ്പാടാക്കി ബഹളാക്കി സ്റ്റേജിൽ തന്നെ ഇപ്പോൾ ഭാര്യയും ഭർത്താവും കേക്ക് മുറിച്ച് വായിലിട്ട് കൊടുത്ത് കെട്ടിപ്പിടിച്ച് മുത്തം വെച്ച്, ഇതെല്ലാം ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് എന്താക്കുന്നത്? പരസ്യമായിട്ട് വലിയ ഹാളിൽ, അല്ലെ, ഓഡിറ്റോറിയങ്ങളിൽ സ്റ്റേജിന്റെ മേലെ നിന്ന് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നു. ഇതെല്ലാം ആരുടെ സംസ്കാരമാണ്? ഇതിൽ ഇസ്ലാമിന്റെ സംസ്കാര? ഇതെല്ലാം മുസ്ലിമിന്റെ സംസ്കാര?
ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇതെല്ലാം ജൂതന്മാരിൽ നിന്ന് വന്നതാ, പാശ്ചാത്യ സംസ്കാരമാണിത്. ഇതാണ് ഇന്ന് ഇസ്ലാമും മുസ്ലിങ്ങളും എന്ന് പറയുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരാൾ ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല. എല്ലാവരും ഇതിന് നിൽക്കുക. മക്കളിപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ എന്തോ ചെയ്യാൻ കഴിയോ? അങ്ങനെ ആ ന്യായം പറയാ എൻ്റെ എല്ലാവരും എല്ലാത്തിനും നിൽക്കുക, എല്ലാവരും ഒപ്പരം നിന്ന് ഫോട്ടോ എടുക്കുക അല്ലേ? എന്തെല്ലാം നടക്കുന്നു. ഏതെല്ലോ ഒന്നിച്ച് പഠിച്ച ആൺകുട്ടികളിൽ തന്നെ ആയിരിക്കും ഒരുമിച്ച് നിന്ന് സെൽഫി എടുക്കുന്നു അല്ലേ? എല്ലാം പരസ്യമായി, ആർക്കും ഒരു മടി പോലും ഇല്ല. ഇതിൽ ജൂതന്മാരിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതൊന്നും കാര്യമാക്കുന്നില്ല അല്ലേ? ഒരു കേക്ക് മുറിച്ചാലും എന്താന്ന് ഇതല്ലേ നമ്മൾ ചോദ്യം. ഒരു കേക്ക് മുറിച്ച് വെച്ചിട്ട് ഇപ്പം എന്താ ഉണ്ട് അല്ലെ? ഒന്ന് വായിലിട്ട് കൊടുത്ത് വെച്ചിട്ട് ഇപ്പം എന്താ ഉണ്ട്? ഒന്നുകൂടി ഇനി കെട്ടിപ്പിടിച്ചാലെന്താ? ഒന്നുമില്ല അല്ലേ? മുത്തിയാലെന്താ? ഒന്നും പ്രശ്നമില്ല. അണിഞ്ഞൊരുങ്ങുന്നത് പോലും നമ്മൾ പെണ്ണ് അണിഞ്ഞൊരുങ്ങി അവളെ ഭർത്താവിൻ്റെ മുന്നിലേക്കല്ലേ ഒരുങ്ങേണ്ടത്. ഇത് ആൾക്കാർ പ്രദർശന വസ്തു പോലെ ഉള്ള മേക്കപ്പ് അത്രയും ഭാരി തേച്ചിട്ട് പെണ്ണ് ശരിക്കും ആദ്യം ഉണ്ടായ പെണ്ണാണ് ഇപ്പോൾ കല്യാണ പെണ്ണായിട്ട് വന്നത് വേറെ ആരോ ആണെന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ് ഇപ്പോഴത്തെ മേക്കപ്പ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതെല്ലാം പാശ്ചാത്യ സംസ്കാരമാണ്. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നത് പറയാനല്ല. ഇത് ഞാൻ പറയുന്നത് നമ്മളെ വീടുകളിൽ നമ്മളെ മക്കളും മകളും വരുമ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണം. നമ്മൾ മാറണം. നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം. എന്തിന് ഞാൻ അള്ളാഹ് റസൂൽ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ എതിര് പ്രവർത്തിക്കുന്നു അല്ലേ? അപ്പം നമ്മൾ ജൂതന്മാരെ പോലെ ആയാലും പിന്നെ അള്ളാഹിന്റെ സഹായം ഉണ്ടാകൂല. അള്ളാഹു പറഞ്ഞ ഈ ഫദ്ലുണ്ടല്ലോ, ഇന്നൽ ഫദ്ല ബിയദില്ലാ യുഅ്തീഹി മൻ യശാ എന്ന് പറഞ്ഞില്ല അള്ളാഹ് ആ ഫദ്ല് നമുക്ക് തരൂല. അള്ളാഹ് അത് ഇങ്ങനെ ഇല്ലേ കൊണ്ടുപോയി എന്നത്. ഇപ്പൊ ഇന്ന് ഇസ്ലാമും മുസ്ലിങ്ങളും എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ അല്ലേ ഉള്ള എന്താ പറയുക യഥാർത്ഥ വിശ്വാസത്തിന്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ആ ഇസ്ലാമിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കിടയിൽ. എല്ലാം എല്ലാം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം ഏതെല്ലോ കാട്ടിക്കൂട്ടലുകൾ പോലെ ആയിപ്പോകും. അപ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്നവർ ഭയങ്കര ഭീകരവാദികൾ, ഭയങ്കര സ്ട്രോങ് നിലപാടാണ്. അവരൊന്നും നമുക്ക് ശരിയാകൂല അല്ലേ? അവരെ കൂടെ നിന്നാൽ ശരിയാകൂല. ഇതെല്ലാം എന്തിനും ഇങ്ങനെ വലിയ പ്രശ്നമാക്കുന്നെല്ലാം പറഞ്ഞിട്ട് അവരെ കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തുന്നൊരവസ്ഥ. ഭീകരവാദികളായി പോയപ്പോഴത്തേക്ക് യഥാർത്ഥ ഇസ്ലാം പറയുമ്പോൾ അത് ഭീകരവാദവും തീവ്രവാദവും ആവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നമുക്ക് സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ എന്ത് ക്രൂരതൻ്റെ ഇടയിലാണെങ്കിലും എന്ത് ദുഷ്ടതയുടെ ഇടയിലാണെങ്കിലും അള്ളാഹു ഹിദായത്ത് വിചാരിച്ചാൽ അള്ളാഹു ഹിദായത്ത് കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ഈ ജൂതന്മാർ കാര്യം പറഞ്ഞില്ലേ, നമ്മളൊരു പ്രബോധനത്തിന് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതാണ്, ഹൃദയവിശാലത വേണം നമുക്ക്. എന്തും ആക്സെപ്റ്റ് ചെയ്യാനും എന്തും നേരിടാനും ഉള്ള ഒരു അതായത് ആരെയും എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വിട്ടുവീഴ്ച മനോഭാവം നമ്മളിൽ ഏറെ ഉണ്ടാകണം, ഒരുപാടുണ്ടാകണം അല്ലേ? അപ്പോഴാണ് നമ്മൾ ഹനീഫ മുസ്ലിമൻ നമ്മളാകേണ്ടത് അല്ലേ? യഥാർത്ഥ മുസ്ലിം ഇബ്രാഹിമി മില്ലത്ത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി നമ്മൾ മാറണമെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഖുർആൻ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ഒരുപാട് സുന്നത്ത് നമസ്കരിക്കുന്നു, സുന്നത്ത് നോമ്പെടുക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഈ സ്വഭാവത്തിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ എന്ത് കാര്യമുള്ളത് അല്ലേ? സ്വഭാവം ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എന്താ പറഞ്ഞത്? ഞാൻ നിയോഗിക്കപ്പെട്ടത് സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഭാവം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളെ കൽബ് അത് നമ്മളെ സലീമാകണം എന്ന് പറയുന്നുണ്ട് അല്ലേ? കൽബൻ സലീം, എല്ലാ ന്യൂനകളിൽ നിന്നും, എല്ലാ പോരായ്മകളിൽ നിന്നും, എല്ലാ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും, ചിന്തകളിൽ നിന്നും, പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ട ഒരു ഹൃദയത്തിന് ഉടമയാകണം നമ്മൾ. നമുക്ക് ഒരാളോട് ഒരു മനസ്സിലൊരു ഇതുണ്ടാകാൻ പാടില്ല, ഒരു ദേഷ്യമോ വെറുപ്പോ ഉദ്ദേശമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മളിലെ എല്ലാവരെയും അംഗീകരിക്കാൻ തയ്യാറാകണം.
നമ്മളെ മനസ്സ് അത്രയും വിശാലമാകണം. മറ്റുള്ളവരിലെ നന്മകൾ നമ്മൾ അംഗീകരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ എന്താ പറയുക, നമ്മളിപ്പോൾ ചില ആൾക്കാരല്ലേ നമ്മളെക്കാളും കൂടുതൽ അവർ ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തൊരു മനോഭാവം. സത്യത്തിൽ അത് ജൂതായിസാണ് അത്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരെ ചെയ്യേണ്ടത്, അല്ലാണ്ട് എന്നെക്കാട്ടി ഉയരത്തിൽ ഓളെത്താൻ അത് പറ്റൂല അല്ലേ. ആ രീതിയിൽ ഒരു ചിന്ത നമുക്ക് ഒരു മേഖലയിൽ വന്നു പോകരുത്. ദാവത്തിൻ്റെ മേഖലയിൽ പ്രത്യേകിച്ച് അല്ലേ. ഒരാൾ ഇപ്പം നമ്മളെക്കാളും കൂടുതൽ പഠിച്ച് അറിവ് നേടി അവർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അല്ലെ ആ ഇതിൽ നമ്മൾ നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരെ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അല്ലെ ഇത് എടലോ പോയിട്ട് എന്തെല്ലോ പഠിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ കുറേ പറയും, അതിനൊന്നും നമ്മൾ കൂട്ടിക്കണ്ട എന്നല്ല അല്ലേ. നമ്മളെപ്പോഴും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അറിവുകളെ വിഷയത്തിലായാലും അല്ലേ, എല്ലാവർക്കും ഒരേപോലത്തെ ചിന്തയല്ല, പലതരത്തിലല്ലേ. ഇപ്പോൾ തദബ്ബുറിൻ്റെ വിഷയം പറഞ്ഞില്ലേ, ഒരായത്ത് കിട്ടിയാൽ എല്ലാവരും ഒരേപോലെ അല്ല ചിലപ്പോൾ ചിന്തിക്കുക. ശരിക്കും സത്യം തന്നെയാണത്. നമ്മളങ്ങനെ ചിന്തിക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ അല്ലേ, അള്ളാഹ് നമുക്ക് തന്ന ആ ചിന്ത അത് നമ്മൾ നല്ല രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തണം. അതുപോലെ ഇപ്പം ഹിദായത്തിൻ്റെ വിഷയം പറഞ്ഞല്ലോ, ഇന്നൽ ഫദ്ല ബിയദില്ല. ഇപ്പം ക്രൂരനായ ഫിറഔനിൻ്റെ ഭാര്യ അള്ളാഹു ഹിദായത്ത് നൽകി നല്ലൊരു സ്വർഗാവകാശിയാക്കി തീർത്തെങ്കിൽ പ്രവാചക പത്നിയായിട്ട് അല്ലേ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ഒരിക്കലും എന്തായില്ല, അവർ വിശ്വാസികളിൽ പെട്ടില്ല, നഷ്ടമല്ല അവർക്ക്. അതുപോലെ നമുക്കറിയാലേ ഇസ്ലാമിൻ്റെ മുറ്റത്തുള്ള ഒരാളാന്നാര്, ഹിദായത്തിൻ്റെ മുറ്റത്ത് ജീവിച്ച ആളാന്നാര്, അബൂ ത്വാലിബ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല അല്ലേ. ഹിദായത്തിൻ്റെ മുറ്റത്തുണ്ടെന്ന് വെച്ചിട്ട് കിട്ടൂല, വീട്ടിലുണ്ടെന്ന് വെച്ചിട്ട് കിട്ടൂല. അള്ളാഹ് ഉദ്ദേശിക്കണം. അപ്പോൾ ആ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടാകണം. അതിനുള്ള ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ മനസ്സ് വിശാലമാക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാലേ സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും നല്ല കാര്യം അതാണ്, ഖൽബ് നന്നാക്കുക എന്നുള്ളത്. അതെല്ലാവരോടും, റബ്ബിനോടും സൃഷ്ടികളോടും എല്ലാവരോടും നമ്മളെ ഖൽബ് നന്നാകണം. നമ്മളെക്കാൾ ഉയർന്നവരോടായാലും നമ്മളെക്കാൾ താഴ്ന്നവരോടായാലും നമ്മളോടൊപ്പമുള്ളവരോടായാലും എല്ലാവരോടും അല്ലെ വിശാലമായൊരു മനസ്സ്, അത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഹൃദയവിശാലത എന്ന് പറയുന്നത് വലിയൊരു കാര്യം. കാരണം അങ്ങനൊരു അല്ലേ, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരി മിർ റബ്ബിഹി, അങ്ങനെയല്ലേ പറഞ്ഞത്. ഏതൊരാൾക്ക് അള്ളാഹു ഹൃദയവിശാലത നൽകുന്നു അവൻ അള്ളാഹുവിൻ്റെ നൂറിലുണ്ടാകാൻ. എന്നാൽ ഫവൈലുലിൽ ഖാസിയത്തി ഖുലൂബുഹും അല്ലേ, ഹൃദയങ്ങൾ കടുത്തുപോയവർക്ക് നാശം എന്നാണ് പറഞ്ഞത്. ഹൃദയം കടുത്തു പോകുന്നതിൽ നിന്നുള്ളത് നമ്മളെ കാത്തുരക്ഷിക്കട്ടാമേ. നമുക്ക് ഒരാളോടും ഒരു തരത്തിലുള്ള ഒരു ശതമാനം പോലും അല്ലേ, ഒരു അസൂയയോ അല്ലെങ്കിൽ ഒരു കിബിർ അല്ലേ, അങ്ങനെ ഒന്നും വന്നു പോകരുത്. ആരോടും നമുക്ക് എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും ഹിദായത്തിലാകണം, എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണം അല്ലെ, എല്ലാവരും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ആളുകളായി മാറണം എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയതൊക്കെ നമ്മൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കാം. സ്വാർത്ഥത, ഈ യഹൂദികളെ പോലെ സ്വാർത്ഥരാണെങ്കിലോ കിട്ടിയത് അവരവർ മാത്രം എന്താക്കും ചെയ്യും. ഞാനും അല്ലേ എൻ്റെ അങ്ങനെ എന്തോ പറയലുണ്ടല്ലോ, കെട്ടിയോളും തട്ടാനെന്ന, അതേപോലെ ആകാൻ പാടില്ല നമ്മൾ അല്ലേ. നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. അള്ളാഹു നമ്മളെ മേൽ ഒരുപാട് ബാധ്യതകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഇവിടെ ശരിക്കും ഈ ഒരു ആയത്ത് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഒരു കുളിർമ നൽകുന്ന ഒരു ആയത്താണ്. സുബ്ഹാനല്ലാഹ് അല്ലേ. ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്തുള്ളത്, അള്ളാഹിൻ്റെ കയ്യിലാണ് ഹിദായത്താകുന്ന ആ ഫദ്ല് അല്ലേ അതുള്ളത്. അപ്പോൾ അവന് ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. എന്നിട്ട് അടുത്തൊരായത്ത് നോക്കിയാട്ടെ, യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലേ. നമ്മളെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവെക്കേണ്ട ഒരു ആയത്താണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. നമ്മൾ ഇതേപോലത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടില്ലേ? വത്തബിഉ മാ തത്ലു ശയാത്തീൻ എന്നുള്ള പേജിൻ്റെ അവസാന ഭാഗത്തില്ലേ, മാ യവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന അയ്യുനസല അലൈക്കും മിൻ ഖൈരി മിർ റബ്ബിക്കും വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ
വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. ഓർക്കുന്നില്ലേ? സൂറത്തുൽ ബഖറ പഠിച്ചവരില്ലേ ഈ ഗ്രൂപ്പിൽ? അവിടെ എന്താ അല്ലാഹു തആല പറയുന്നല്ലേ, അല്ലാഹു യഖ്തസ്സു അവൻ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു പറയുന്നല്ലേ, ഖാസ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയുന്നില്ല, ഒരു ഹദീസിൽ പറയുന്നില്ലേ, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ് ല്ലേ, ഹും അഹ്ലുൽ ഖുർആനി വ അഹ്ലുല്ലാഹി ഖാസ്സത്തുഹു. അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാർ, അള്ളാഹുവിൻ്റെ കുടുംബക്കാർ, അവൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകളിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു ഇവിടുന്ന് തന്ന് നാളെ പരലോകത്തും അള്ളാഹു ആ പ്രത്യേകം തിരഞ്ഞെടുത്ത കുടുംബക്കാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. എത്ര ശരിക്കും യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ തൻ്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിലല്ലാതെ നമുക്ക് രക്ഷയില്ല. ഈ ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ നമുക്ക് അള്ളാഹിൻ്റെ കാരുണ്യം റഹ്മത്താണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ആ റഹ്മത്ത് കൊണ്ടാണ് നമുക്കിന്ന് ഈ ഒരു ഇൽമിൻ്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കാനും ഈ ഖുർആനിക വചനങ്ങൾ ഇങ്ങനെ കേൾക്കാനും അത് മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇത് അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം, വേറൊന്നുമല്ല. അപ്പം നമ്മൾ എത്ര സന്തോഷിക്കണമല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹ് നമ്മളിങ്ങനെ തിരഞ്ഞെടുത്തില്ലേ, എത്ര മാത്രം നമ്മളെ റബ്ബ് അവൻ്റെ ഔദാര്യത്തിനും റഹ്മത്തിനും കാരണക്കാരായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തില്ലേ. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. ഏറെ അല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, മഹത്തായ അനുഗ്രഹമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് നമ്മൾ നേരത്തെ ആയത്തുകൾ കൂട്ടി കണക്ട് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം അവർ പറയുന്നത്, രാവിലെ നിങ്ങൾ വിശ്വസിച്ചോ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ അവിശ്വസിച്ചോ, എന്നാൽ നിങ്ങൾക്ക് എന്താക്കുക, വിശ്വാസികളെ അവരെ മതത്തിൽ നമുക്ക് തെറ്റിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന രീതിയിൽ അവർ കുതന്ത്രം മെനയുന്നു. പക്ഷെ അള്ളാഹു തആല പറയുന്നത് എന്താ, ഇത് അള്ളാഹിൻ്റെ അടുത്ത ഹിദായത്ത്, അല്ലാണ്ട് നിങ്ങൾ വിചാരിച്ചാലൊന്നും ആരെയും ഹിദായത്തിലാക്കാനും കഴിയൂല, ആരെയും വൈകേടിലാക്കാനും കഴിയൂല. അള്ളാഹിൻ്റെ അടുത്ത ഹിദായത്ത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിൻ്റെ കയ്യിലാ ഫദ്ലുള്ളത്. ആ അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കാന്ന് പറയുന്നല്ലേ. അൽഹംദുലില്ലാ, നമ്മളിൽ അതിനുവേണ്ടി അത് തിരഞ്ഞെടുത്തില്ലേ. എത്ര അല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹ് മരണം വരെ നമുക്ക് ഹിദായത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. എല്ലാരെയും, നമ്മളെ കുടുംബാംഗങ്ങളെയും നമ്മളെ മക്കളെ എല്ലാവരും അള്ളാഹു സംരക്ഷിക്കട്ടെ. ആമീൻ. ശരിക്കും എത്ര വലിയൊരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. അപ്പൊ ആരെന്ത് തന്ത്രം പ്രയോഗിച്ചാലും ഇസ്ലാം പരാജയപ്പെടൂല. യഥാർത്ഥ വിശ്വാസികള് ഒരിക്കലും പരാജയം ഇല്ല അവർക്ക്. ആര് ഇന്ത്യ ഭരിക്കട്ടെ, ആര് കേരളം ഭരിക്കട്ടെ, നമുക്കെന്താ, നമ്മൾ അള്ളാഹുവിൽ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ ഒരു പിന്നെ ഒരുത്തൻ്റെയും അടിമയായിട്ട് ജീവിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. വിശ്വാസികൾക്ക് അതിൻ്റെ ആവശ്യമില്ല അല്ലേ. അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് നമ്മളെ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ മേലെ ബാധ്യത. നമ്മൾ ജൂതന്മാരെ പോലെ ക്രിസ്ത്യാനികളെ പോലെ അനുകരിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ പരാജയം അവിടെ സംഭവിക്കും, ഉറപ്പാണ്. അവിടെ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകൂല. അതാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. എല്ലാവരും പാശ്ചാത്യ സംസ്കാരങ്ങളുടെ പിന്നാലെയാണ്. വേഷവിധാനത്തിലാകട്ടെ അല്ലേ, വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും എല്ലാത്തിലും. അപ്പം ചോദിക്കുമ്പോൾ അതിനെന്താ കുഴപ്പം, ഇതാന്ന് അല്ലേ, അതിനെന്താ കുഴപ്പം, ഇത് ബിദ്അത്താ, ഇത് ശിർക്കാ അല്ലേ, ഇങ്ങനെ ചോദിക്കാം. ഇത് ഖുറാനിൽ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പാടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അല്ലേ പാടില്ല എന്ന് പറയണ്ടു. അല്ലാഹു അക്ബർ. ഇങ്ങനെ ഓരോ ന്യായം പറയാൻ പലരും ഉണ്ടാവും. ന്യായം ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. കാരണം ശൈത്താൻ അത്രയും അല്ലേ, പിന്നെ എന്താ ശൈത്താൻ്റെ ലക്ഷ്യം തന്നെ എന്താ,
മനുഷ്യന്മാരെ വൈപേപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ പലരും പല ന്യായവും പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും ആ ശരിയാന്നല്ലോ അല്ലേ, അതെല്ലാം ഇതിന് വലിയ കടുംപിടുത്താക്കേണ്ട ആവശ്യം എന്തേ, ശരിയാ ഇതിനെല്ലാം ഇങ്ങനെ പറയണം, കുട്ടികളല്ലേ അല്ലേ, കുറച്ച് കുട്ടികൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് അതിനെല്ലാം എന്തിനും ഇതെല്ലാം ഏറ്റുപിടിക്കാന്നൊക്കെ അന്നേരമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. ഇങ്ങനെല്ലാം പറയാൻ പലരും ഉണ്ടാവും. അന്നേരം അത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും ആ ശരിയാണല്ലോ, ഇതാരാ നമുക്ക് ശരിയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്നത്? ഇബിലീസ്, വേറെ ആര്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ തിന്മകളുടെ പിന്നാലെ പോകണ്ട. ഈ ജൂതന്മാരുടെയും നസാറാക്കളുടെയും പേക്കൂത്തുകൾ കണ്ടിട്ട് നമ്മളത് കൂടി എന്താ പറയുക കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അള്ളാഹ് എന്താ പറഞ്ഞ, റസൂൽ എന്താ പറഞ്ഞ്, ആ രീതിയിലാകണം നമ്മളെ വീടുകളിലെ പാർട്ടികൾ അല്ലെ, വിവാഹങ്ങൾ, ആഘോഷങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിനൊരു ഇസ്ലാമിക ചിത്രം നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇസ്ലാമിൻ്റെ ആ ഒരു ചൈതന്യം നമുക്ക് അവിടെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അങ്ങനെ ആയാലും നമ്മൾ രക്ഷപ്പെടും. നമുക്ക് രക്ഷ വേണോ? നമ്മളൊരു സ്വപ്ന ലോകത്തേക്കില്ലേ, ഒരു സ്വപ്നം കാണുന്ന ഈ ഒരു സ്വപ്നത്തിൻ്റെ, ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്വപ്ന ലോകത്തേക്ക് വേണ്ടി എന്തിനാ നമ്മളെ യഥാർത്ഥം നഷ്ടപ്പെടുത്തുന്നത്? ഇത് വെറും ഒരു സ്വപ്നമാണ്, അല്ലേ, ഒരു സ്വപ്നം മാത്രം. ഇതല്ല നമ്മളെ യഥാർത്ഥ ജീവിതം. നാളെ പരലോകത്ത് നമ്മളെ മരണത്തിന് ശേഷം ആരംഭിക്കുന്നതാണെന്ത്? നമ്മളെ യഥാർത്ഥ ജീവിതം. അവിടെ നമുക്ക് സുരക്ഷിതരായി സുഖലോലുപരായി ആ സ്വർഗീയ ആരാമങ്ങളിൽ നമുക്ക് ഉല്ലസിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം, ഒരുപാട് സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ അഹദും മിസ്ലമ ഊത്തീത്തും പറഞ്ഞിട്ടില്ലേ, യുഹാജുക്കും ഇൻദ റബ്ബിക്കും അല്ലേ, നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ അവർക്ക് നൽകപ്പെടുമെന്നതിനാൽ ന്യായവാദം നടത്തുന്നതിനാൽ എന്നുള്ള ഇതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ അള്ളാഹുവിനെ അറിയാം ആർക്കെല്ലാമാണ് കാരുണ്യം നൽകേണ്ടത്. അവര് അങ്ങനെ പറഞ്ഞതിനെ കൊണ്ടോ ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ടൊന്നും ആരും എവിടെയും അല്ലെ വാദിച്ചിട്ട് ആരും ജയിക്കൂല അള്ളാന്റെ മുമ്പിൽ. വാദിച്ചിട്ട് ആരെയും തോൽപ്പിക്കാനും കഴിയൂല. അതൊക്കെ വെറും വ്യാമോഹങ്ങൾ മാത്രം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ ഹിദായത്ത്, അവൻ്റെ കയ്യിലുള്ള ആ ഫദ്ല് അവൻ നൽകുന്നു. അപ്പോൾ ആ ഹിദായത്താകുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഓരോ വിശ്വാസികളും അതിൽ അടിയുറച്ചു നിൽക്കാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല വിശ്വാസികൾ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഹൃദയവിശാലത, വിട്ടുവീഴ്ച, കാരുണ്യം, ദയ, അനുകമ്പ ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളുടെ ഉടമകളായി തീരാൻ നമ്മൾ പരിശ്രമിക്കണം. കാരണം അതിന് വിപരീതമായിട്ടുള്ള പിന്നെ അതായത് അക്ഷമ, പിന്നെ അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്, അതെല്ലാം പൈശാചികതകളിൽ നിന്നുണ്ടാകുന്നതാണ്. അതെല്ലാം നമ്മളെ ഹൃദയങ്ങളെ കഠിനമാക്കി തീർക്കും. അപ്പം നമ്മളെ ഹൃദയം നല്ല വിശാലമായ ഹൃദയങ്ങളായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള നല്ല തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ, ആമീൻ. ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കുന്നത് വരെ അള്ളാഹുവെ നീ തന്ന ഈ ഹിദായത്തിൻ്റെ വെളിച്ചം കെട്ടുപോകാതെ അണിഞ്ഞു പോകാതെ സൂക്ഷ്മതയോടുകൂടി ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബെ നിങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണം നാഥ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നാഥ ഈ ഹിദായത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. യഥാർത്ഥ ദീനിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന എല്ലാ പൈശാചികതകളിൽ നിന്നും എല്ലാ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും നാഥ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വരും തലമുറകളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ ഫضലും നിന്റെ റഹ്മത്തും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ റഹ്മാനായ നാഥ. നിന്റെ കാരുണ്യം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഞങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ നിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കത് സാധിക്കൂ റഹ്മാനായ റബ്ബേ. നിന്റെ കാരുണ്യം ഞങ്ങളിൽ സദാ വർഷിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഞങ്ങളിൽ സദാ വർഷിക്കണേ റഹ്മാനെ. ഒരു നിമിഷം പോലും ഞങ്ങളുടെ കാര്യം ഞങ്ങളെ ഏൽപ്പിക്കല്ലേ അല്ലാ. പരിപൂർണമായും ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. പരിപൂർണമായും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും റഹ്മാനായ റബ്ബേ നിന്റെ ദിക്റിലായിക്കൊണ്ട് ജീവിച്ച് നല്ല ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമുച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെ നീ
അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി, ആശ്വാസം നൽകി, ക്ഷമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പ്രതിസന്ധികളിലൂടെ, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനായ റബ്ബേ. അവരുടെയൊക്കെ ആ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുത്ത് നല്ല ആശ്വാസത്തോടെ, സമാധാനത്തോടെ, സൗഖ്യത്തോടെ നല്ല കുടുംബജീവിതം നയിക്കാൻ അവർക്കൊക്കെ നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നീ എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനായ റബ്ബേ. അവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥാ നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.